ഇത് ഞങ്ങൾ ഫസ്റ്റ് താമസിക്കുന്ന വീടിൻ്റെ ബാൽക്കണിയാണ്. ബാൽക്കണി എന്ന് മാത്രം പറയാൻ പറ്റില്ല, ഇതൊരു ഡൈനിങ് ടേബിൾ വരെ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയാൽ നമ്മൾ കാണുന്നൊരു ബീച്ചാണ്. ബീച്ചിൽ ഒരു അപാര വ്യൂ ആണ്. പല ടൈപ്പിലുള്ള ബോട്ടുകളും ഒക്കെയാണുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്കിവിടെ ഒരു സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് ഇതിൽ ചാടണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. ഞങ്ങൾ ഒരു വിധത്തിൽ പിന്നെ തേങ്ങാക്കുലകളുണ്ട്. ഇളങ്കാട്ടിലാടുന്ന തേങ്ങാക്കുലകളും ഇവിടെ സുലഭമാണ്. രാവിലെ ഒരാൾ കുളിച്ചൊരുങ്ങി എങ്ങോട്ടെന്നില്ലാത്ത യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് വേണ്ടേ വിശക്കുന്നേന്ന് പറഞ്ഞിട്ട് ഇതൊരു സാധനം. എപ്പോഴും വിശപ്പ് മാത്രമേ ഉള്ളൂ. കണ്ണമ്മോനെ വിശക്കുന്നുണ്ടോ? കുറച്ച് വിശക്കുന്നുണ്ടോ? അപ്പൊ നമുക്കൊന്ന് പോയാലോ? അടുത്ത സ്ഥലം പിടിക്കാം. അങ്ങനെ ഓക്കെ. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഇടം. ഓക്കെ, താമസിക്കുന്ന അത്യാവശ്യം ഒരു വലിയ റേറ്റ് ഇല്ലാത്തൊരു സമയത്ത് ഒരു ഓഫർ കിട്ടിയപ്പോൾ നമ്മൾ എടുത്താണ്. വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഒരു ആംബിയൻസ് മനസ്സിലായത്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ പോകേണ്ട ഒരു ട്രിപ്പ് തന്നെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് ഇവിടെ തന്നെ നിൽക്കുവാണ്. സാധാരണ എങ്ങനെയാണ് എവിടെയൊക്കെ പോയാലും ഞങ്ങൾ കുറച്ചിടെയൊക്കെ ഇങ്ങനെ പോയി കണ്ടാസിച്ച് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സ്വന്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയാണ് പോകുന്നത്. സിംഗപ്പൂർ പോയപ്പോഴും അതേ ഒരു പ്ലാനിലാണ് പോയത്. ജോർജിയയിൽ പിന്നെ വിനു ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അവിടെയും നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി പോയതുകൊണ്ട് അത്യാവശ്യം റഷ് ഇല്ലാതെ ഓടിപ്പോയി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കണ്ടു. ഇതിപ്പം പിള്ളേർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെള്ളത്തിൽ ചാടണം എന്നുള്ള ഒരു ഇതിലാണുള്ളത്. അപ്പോൾ കണ്ണമ്മ റെഡിയല്ലേ? കണ്ണമ്മന് നീന്താനൊക്കെ അറിയോ? എനിക്കറിയാലോ. ആണോ? അപ്പനും അറിയാവോ? ഇവിടുന്ന് കുറച്ച് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കാണിച്ച പോലെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കുറച്ച് ഇഷ്ടം പോലെ ബോട്ടുകൾ ഉണ്ട്. അത് പല ടൈപ്പ് ബോട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും 4ാമത്തെ ദിവസം ഒരു ബോട്ടിലുള്ള റൈഡുണ്ട് ഒരു ഐലൻഡിലേക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പൊ ഇങ്ങൊന്ന് വന്നേ, അപ്പൊ ഇനി ഒന്ന് കാണട്ടെ. അപ്പോൾ ആദ്യം തന്നെ വിശപ്പിന്റെ വിളി കാരണം വളരെ ബുദ്ധിമുട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുക. 2ാമത്തെ ദിവസം ഞങ്ങൾ ഇറങ്ങിയത് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ്. ഇന്നലത്തെ ലോങ് ഫ്ലൈറ്റ് ടൈമും പിന്നെ ഉണ്ടായിരുന്ന അവിടെ നിന്നുള്ള ട്രാവലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി. ഞങ്ങളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന മെയിനായിട്ട് 2 ലൊക്കേഷൻസാണ്. ഒന്ന് ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്ക് എന്ന് പറയുന്നൊരു ബീച്ചും പിന്നെയുള്ളത് കസേല എന്ന് പറയുന്നൊരു നാച്ചുറൽ പാർക്കും. ഞങ്ങൾ ഫ്ലിക്ക് ആൻഡ് ഫ്ലാക്കിലാണ് ആദ്യം സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ നമുക്ക് റൂമൊന്നും കിട്ടാഞ്ഞുകൊണ്ടാണ് പിന്നെ റിവർ നോയറയിൽ ഞങ്ങൾ റൂം എടുക്കുന്നത്. മഴ പെയ്തു. അപ്പൻ്റെ വണ്ടി ഏതാ? കണ്ണമോൻ ഓണായത്? ഇപ്പൊ ഇതാക്കിയത്. നമ്മച്ച് വണ്ടി എടുക്ക്. ഇവിടെ വന്ന് എന്തായാലും ഒരു റെൻ്റ് കാർ എടുക്കേണ്ട ഉദ്ദേശം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ UAE ലൈസൻസിനെ ഇൻ്റർനാഷണൽ ലൈസൻസായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അതുകൊണ്ട് റെൻ്റ് കാറിൻ്റെ പ്രോസസ്സ് വളരെ വേഗത്തിൽ തന്നെ നടന്നു. പക്ഷേ ഇതിലൊരു വലിയ അത്ഭുതം ഞങ്ങൾക്ക് തോന്നിയത് ഇൻ്റർനാഷണൽ ലൈസൻസിൻ്റെ ട്രാൻസ്ഫർ സമയത്താണ്. നമ്മുടെ അബുദാബിയിലെ ലൈസൻസ് ഇൻ്റർനാഷണൽ ലൈസൻസ് ആകാൻ ഓൺലൈൻ വഴി ഞാൻ സബ്മിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു 48 hours കഴിഞ്ഞപ്പോൾ തന്നെ കൊറിയറായിട്ട് നമുക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് കയ്യിൽ കിട്ടി. അപ്പോഴേ ആദ്യത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്ന കഫേയാണ്. കഫേയുടെ പേര് മീ കഫേ എന്നാണ്. അപ്പോൾ ഇത് ശരിക്കും വരുന്നത് നമ്മൾ താമസിക്കുന്ന ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തമർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ ഞങ്ങളിവിടെ കാർ പാർക്ക് ചെയ്തിട്ട് ഓൾറെഡി നമ്മുടെ പരിവാരങ്ങൾ ഓൾറെഡി അതിൻ്റെ കഫേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻട്രൻസിൻ്റെ വരുമ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ 3 ആൾ ഇവിടെ വന്നിങ്ങനെ
കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ അപ്പോൾ എല്ലാവരും കാപ്പി ഓർഡർ ചെയ്തോ? കപ്പുച്ചിനോ? കപ്പുച്ചിനെ കുടിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ കാപ്പി വേണ്ടായിരുന്നോ? കുടിച്ചോ? കാപ്പി കുടിച്ചോ? ആ ഞാനൊരു മസാല ടീ ആണോ? മസാല ടീ അല്ലേ? മസാല ടീ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ നീ എന്താ കഴിക്കാൻ കൊണ്ടിരുന്നേ? എന്തെങ്കിലും പറഞ്ഞോ? അപ്പോൾ ദോശയാണോ? മസാല ദോശയാണ് ഗീ റോസ്റ്റ് ആണോ? അപ്പോൾ ഗീ റോസ്റ്റ് അപ്പൂനും മാളൂരും ഗീ റോസ്റ്റ്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബിയർ പാർലറാണ്. ബിയർ പാർലർ അതിൻ്റെ അതിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ബിയർ ഒഴിച്ചെടുക്കുന്ന മറ്റേ പൈപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ. ഇത് ഞങ്ങൾ ആദ്യം കണ്ട ജോർജിയ പൈപ്പ്, വലിയ കപ്പിലുള്ള ബിയറൊക്കെ കുടിച്ചത് എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ഞങ്ങളുടെ മസാല ദോശയ്ക്കായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. എൻ്റെ മട്ടൂര് നാടൻ പട്ടൂര്. മസാല ദോശ കൊള്ളാം. അടിപൊളിയാണോ? ഞാൻ കഴിച്ചില്ല, കഴിച്ചു നോക്കിയിട്ട് പറയാം. ദാദാ വിശപ്പ് എന്നൊക്കെ ഒരാൾ എഴുന്നേറ്റ് ഒന്നാ സൂപ്പറാണ്. ആ അടുത്ത ആള് മസാല ദോശയൊക്കെ തീർന്നു കഴിച്ചെന്ന് പണ്ടാറടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത് മസാല ദോശ എന്ന പേര് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ നമ്മൾ അടുത്ത പോകുന്നത് എന്താ? കസേല നാച്ചുറൽ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അല്ല, കസേല നാച്ചുറൽ പാർക്കിലേക്കാ പോകുന്നത്. അല്ല, അത് ബീച്ചല്ലേ? അല്ല, പാർക്ക്, നാച്ചുറൽ പാർക്ക്. അത് കിഡ്സ് പ്ലേയിങ് ഏരിയയും പിന്നെ നാച്ചുറൽ കുറെ ബേർഡ്സും അനിമൽസും ഒക്കെ ഉള്ളൊരു നാച്ചുറൽ പാർക്ക്. അപ്പൊ അതാണ് ഇവിടുത്തെ വൺ ഓഫ് ദ ഫേമസ് പ്ലേസ്. അപ്പൊ അത് കാണിക്കാൻ അതാണ് നമ്മുടെ ആദ്യത്തെ സ്ഥലത്തേക്ക് പോകുന്നത്. ഹൈ ഗൈസ്. ഇപ്പോഴാണ് ഫുഡ് കഴിച്ചപ്പോഴാണ് ഗൈസിന് സൗണ്ടൊക്കെ വന്നത്. അതാണ് ഗൈസ് ഇപ്പൊ എഴുന്നേറ്റ്. പിള്ളേരുടെ കൊണ്ടുവന്ന ഗ്ലാസ് എവിടെ? അപ്പുവിന്റെ ബ്ലാക്ക് ഗ്ലാസ് കൊണ്ടുവന്നില്ല. അപ്പൊ ഇതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ കുറച്ച് മഴക്കാറൊക്കെ ഉണ്ട്. ക്ലൈമറ്റ് നല്ലതാണ്. ചൂടില്ല, വെയിലില്ല. ശരിക്കും നോക്കിയാൽ നമ്മുടെ നാടിന്റെ ഒരേപോലാണ് സ്ഥലങ്ങളൊക്കെ ആയാലും. മണ്ണ് പക്ഷെ വെള്ള മണ്ണാണ്. ഈ കടപ്പുറത്തു നിന്നുള്ള മണ്ണ് പോലെ വെള്ള മണ്ണാണ്. പക്ഷെങ്കിൽ ബാക്കിയുള്ള നോക്കിയാൽ എല്ലാം നമ്മുടെ അതേ പ്ലേസ് ആണ്. പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു മരങ്ങളും വീടും ഒക്കെ. ഒരേ ഒരു കാര്യമുള്ള എന്താന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിനെക്കാട്ടി വൃത്തിയുണ്ട്. വൃത്തി മാത്രമാണ് എക്സ്ട്രാ ഉള്ളത്. അതുകൊണ്ട് എന്താ ആൾക്കാർക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ്. അത്രയും ക്ലീൻ ആയിട്ടാണല്ലോ അവർ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഇത് ടെമാരൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ ഫുഡ് കഴിച്ചതും ടെമാരൻ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലെ ടെമാരൻ എന്ന് പറഞ്ഞ. ഇടയ്ക്കിടയ്ക്ക് അറിയാതെ അവിടെ യുഎയിലെ പോലെ ഞാൻ ഇൻഡിക്കേറ്ററിന് പകരം വൈപ്പർ ഇടുന്നുണ്ട്. എന്റെ ഫ്രണ്ടിൽ കാണുന്ന വലിയൊരു മല കണ്ടോടാ. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ പാലക്കാട് എന്ന് പറയുന്ന സ്ഥലമില്ലേ? പാലക്കാട് അവിടെ ഇഷ്ടംപോലെ നമുക്ക് സഹ്യപർവ്വതമുണ്ട്. സഹ്യപർവ്വതം നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, വെസ്റ്റേൺ ഗാട്സ് അല്ലയോ? വെസ്റ്റേൺ ഗാട്സ് എന്നല്ലേ പറയാ? ഇംഗ്ലീഷ് പറഞ്ഞ വെസ്റ്റേൺ ഗാട്സ് എന്ന് പറയും. നമ്മുടെ അവിടെ നമ്മൾ മലയാളത്തിൽ ഞങ്ങൾ അച്ഛനൊക്കെ പഠിക്കുമ്പോൾ സഹ്യപർവ്വതം എന്ന് പറയാം. പുനലൂർ പാലം പോലെ ഇരിക്കുന്നു കേട്ടോ, സഹ്യപർവ്വതം. സഹ്യപർവ്വതം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനെ നമുക്ക് ഫോഗിന്റെ ഇടയിൽ കൂടെ അത് കാണാൻ പറ്റത്തുള്ളൂ. കണ്ടോ? ഫോഗ് കണ്ടോ? In 300 meters at the roundabout, take the first exit. നല്ല പ്ലേസ്. അപ്പൊ മേളിൽ ഇത് കണ്ടോ അപ്പച്ച? അങ്ങോട്ട് നോക്ക്, നല്ല ഭംഗിയുണ്ടല്ലേ? ഈ വല സൈഡിലോട്ടുണ്ടോ? വല സൈഡ് നല്ല 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 ഒരു ഏരിയ ആണ് അല്ലേ? നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മുടെ നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്കോട്ട് പോകുന്നിടത്ത് കുറേ അടുത്ത് തേനിക്ക് എത്തുന്നതിന് കുറച്ച് മുമ്പ് ഇങ്ങനെ കുറേ സ്ഥലമുണ്ട്. അച്ഛനൊക്കെ ഒരു തവണ പോയിട്ട് അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്തായിരുന്നു. നല്ല നല്ല സ്ഥലമാണ്. നല്ല
ഭംഗിയുള്ള സ്ഥലം. നല്ല വൃത്തിയായിട്ട് കീപ്പ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമുക്ക് എല്ലാം ഭംഗിയായിട്ട് തോന്നുന്നത്. കാണുന്ന കരിമ്പാണ് തോന്നുന്നു കേട്ടോ. കരിമ്പ് കൃഷിയാണ് തോന്നുന്നു. അവിടെ നമ്മളിനി ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഇവിടുത്തെ റോഡൊക്കെ ഒരു വല്ലാത്ത, അതിന്റെ റൗണ്ട് ബോട്ട് കാണിക്കുന്നതും ഒക്കെ ഒരു വല്ലാത്ത രീതിയിലാട്ടോ. സാധാരണ ഒരു റൗണ്ട് ബോട്ട് ചെന്ന് ലെഫ്റ്റിലേക്ക് പോകാനുള്ള റൗണ്ട് ബോട്ട് ഇല്ല അവിടെ. ശരിക്കും റൈറ്റ് സൈഡ് അടച്ചു വെച്ചിട്ട് ലെഫ്റ്റ് ഹാൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് റൗണ്ട് ബോട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് മാപ്പിലൊക്കെ ചിലപ്പോൾ നേരത്തെ റൗണ്ട് ബോട്ട്. കരിമ്പിൻതോട്ടമാണ്. ആ കണ്ണമോൻ കണ്ടോ? ഇത് കരിമ്പാണോ? വരുമ്പോഴേ താഴേക്ക് നോക്കുമ്പോ ഇതാണ് കൂടുതലും കാണുന്നത്. ഡിഫൻഡർ പോകുന്നതാണ്. ഡിഫൻഡറിന്റെ പഴയ മോഡൽ ഡിഫൻഡർ. ആളുകളൊക്കെ ഇഷ്ടം പോലെ ഫോറിനേഴ്സ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവര് എവിടെയോ ഇവിടെ നിർത്തി ഫോട്ടോസ് ഒക്കെ എടുക്കുന്നതാണ് ആൾക്കാർ കേട്ടോ. വാവ്, നല്ലൊരു പോണ്ട്. ഓ, അവര് ചൂണ്ടയിടുക. ചൂണ്ട ബസ് സ്റ്റോപ്പാണ്. ആൾക്കാർ ചൂണ്ടയിടുന്നുണ്ട്. ഇതൊരു 80 കിലോമീറ്റർ സ്പീഡ് ഉണ്ട് നമുക്ക് ഇവിടെ ഓടിക്കാൻ കേട്ടോ. നമ്മളിപ്പോഴും 60 കിലോമീറ്റർ സ്പീഡിലാണ് പോയത്. നമ്മള് ചുമ്മാ അങ്ങ് പോവല്ലേ. നമ്മളെ കൃഷി ചെയ്യുന്നിടത്ത് വെള്ളം ഒഴിക്കുന്നുണ്ടോ? വളരെ ഒരു പ്രത്യേക രീതിയിലാണ്. ആ പൈപ്പിൽ കൂടെ കൊണ്ടുവന്നിട്ട് വെള്ളം തളിക്കുന്നത് ആ പൈപ്പിൽ കൂടെ തന്നെ കാറ്റടിച്ച് പലയിടത്തായിട്ട് വീശുന്നത്. നല്ല ഐഡിയ അല്ലേ? നല്ല ഐഡിയ. ഇതൊക്കെ ശരിക്കും ഒരു ഭയങ്കര ലുക്കാണ്. ഭയങ്കര അടിപൊളി സ്ഥലം. പക്ഷെ ഇവിടെ വണ്ടി നിർത്തി ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് വെറുതെ ഫൈൻ മേടിക്കണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടി നിർത്താതെ പോകുന്നത്. സ്പീഡ് സോൺ ഹെഡ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നു. പക്ഷെ ആ ബെൻസാരം പോകുന്ന പോക്കില് അവന് സ്പീഡേ ഒരു പ്രശ്നമല്ല തോന്നുന്നു. ബെൻസ് ആയതുകൊണ്ടായിരിക്കും. പൈസയൊക്കെ പേ ചെയ്യാൻ ഇഷ്ടം പോലെ കാണും. Turn right, then turn left. Turn right. ഇപ്പൊ 1 മിനിറ്റും കൂടി ഉള്ളു. ഇപ്പൊ എത്താറായി. ഇവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെ പോകുന്നേന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. Head north on A3. Wow. In 300 meters, turn right. നമ്മളങ്ങനെ കസേല Your destination is on the right. ഓ, നമ്മുടെ ബനിയൻ ട്രീ. എൻട്രിങ് പ്രൈവറ്റ് പ്രോപ്പർട്ടി. സോറി, ഇതല്ല. അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ലെറ്റ്സ് ഗോ. നമുക്കൊന്ന് പോയി നോക്കാം. പോലീസുകാരും എല്ലാം നമ്മളെ വെടിവെച്ചിടുകയാണെങ്കിൽ മാത്രം നമ്മളെ പേടിച്ചാൽ മതി. ഇവിടെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. ഇത് തന്നെ ആവാനാണ് സാധ്യത. ഇത് കണ്ടോ? ഇത് തന്നെ ആവാനാണ് സാധ്യത. ജസ്റ്റ് നമ്മള് ഇതിന്റെ അകത്തേക്ക് പോയി നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്ത് നോക്കാം. എവിടെയാണ് ഈ കസേല നാച്ചുറൽ പാർക്ക്? അതാ എന്റെ എൻട്രൻസ്. പക്ഷെ എന്തായാലും സ്ഥലമാണ്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. നമുക്ക് തൽക്കാലം വണ്ടി ഇവിടേക്ക് പാർക്ക് ചെയ്യാം. ഇവിടേക്ക് ഇടാമെന്ന് എനിക്ക് തോന്നുന്നു. എവിടെ അപ്പുറത്തെ സ്ഥലം ഉണ്ടായാലും ഇതേട്ട് അപ്പുറത്തുണ്ടല്ലോ റോയ് കൂടി. അവിടെ കൊണ്ടുപോയിട്. അപ്പൊ കേട്ടോ, അപ്പൊ കേട്ടോ കണ്ടിച്ചേ. അവിടെ ബുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് കസേല നാഷണൽ പാർക്കിന്റെ ടിക്കറ്റ് കൗണ്ടറിലാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ടിക്കറ്റ് കൗണ്ടർ. ഒരുപാട് ക്യൂ ഉണ്ട്. ക്യൂ ഒക്കെ കഴിഞ്ഞ് ഇതിനകത്തേക്ക് പോകും. എൻട്രൻസ് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ ഒരു ഹാളാണ്. ആ ഹാളിൽ മൗറീഷ്യസിൻ്റെ ഒരു മിനിയേച്ചർ ഫോം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു 4D തിയേറ്ററാണ്. ഈ 4D തിയേറ്ററിൽ നമുക്ക് ശരിക്കും നമ്മൾ ആനിമൽ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത് ശരിക്കും കാണണമെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൽ നോക്കിയാൽ മതി. ഈ പാർക്കിന് ഉൾവശം അവർ പല വ്യൂ പോയിന്റ്സ് ആയിട്ടാണ് തിരിച്ചു വച്ചിരിക്കുന്നത്. ഓരോ വ്യൂ പോയിന്റിലും എത്താൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഓരോ ട്രാൻസ്പോർട്ടേഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇവിടുത്തെ ഒഫീഷ്യൽസ് പറഞ്ഞ പ്രകാരം ജംഗിൾ സഫാരി എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റിലാണ് നടക്കുക. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഇവിടുത്തെ ബസ്സിൽ ട്രാവൽ ചെയ്യണം. അടുത്ത ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന 12:30 ആയതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അനിമലിനെ കാണാം. അനിമലിനെ കാണാം. നീ ഇവിടെ അനിമലിനെ കണ്ടേ? ഞാൻ അവിടെ ക്യാമ്പിൽ കണ്ടു. അനിമലിനെ കണ്ടോ? കൊള്ളാമല്ലോ. ഇവിടെ വൈൽഡ് ബോർഡിനെ കണ്ടോ? കാട്ടുപന്നി. അതല്ല ലയണൊക്കെ ഉണ്ടോ? വൈൽഡ് ആനിമൽ ക്രോസിംഗ്. അതല്ല ലയണൊക്കെ ഉണ്ടോ? കസേല പാർക്കിനുള്ളില് ഞങ്ങളൊരു ഒരു ട്രാവലാണ്. അപ്പോ ഇവര് ബസ് എന്നൊക്കെ പറഞ്ഞൊരു ലോറിയുടെ ബാക്കിലെ കയറ്റി വെച്ചിട്ട് ഞങ്ങളങ്ങനെ കൊണ്ടോണ്ടിരിക്കുക. ബസ്സാണ്, ലോറിയാണോ ബസ്സാണോ? ബസ് വല്ലാത്ത അനുഭവമാണ്. കഴിഞ്ഞ നാച്ചുറൽ ആനിമലിനെയൊക്കെ കാണാൻ വേണ്ടി ഒരു 11:30 കൊണ്ടുപോകുന്നൊക്കെയാണ് പറയുന്നത്. ഇനി അത് കാണാനൊക്കെ പോണം. കിഡ്സ് പാർക്കൊക്കെ ഉണ്ട്. മറ്റേ റോളർ കോസ്റ്റർ ഒക്കെ ഉണ്ട്. റോളർ കോസ്റ്റർ ഞാനില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് സ്റ്റേഷനിലെത്തി. ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, അതുപോലെ കുറച്ച് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി നമ്മളെ ജംഗിൾ സഫാരിക്ക് അവർ കൊണ്ടുപോകുന്നത്. ഇവിടെ പാർക്കിൽ കയറിയപ്പോൾ കണ്ട ഒരാളാണിത്. എല്ലാവരുടെ അടുക്കലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പു എൻ്റെ അടുക്കലോട്ട് പോയി. അതിനെ എൻ്റെ അടുക്കലേക്ക് നമുക്ക് അപ്പു പോകുന്ന കാണാം. അപ്പു ചെന്നാൽ അപ്പുവിൻ്റെ അടുക്കലേക്ക് കണ്ടോ, അപ്പു അടുക്കളേക്ക് ചെല്ലുന്നുണ്ട്. ഞങ്ങൾക്കൊരു സഫാരി ഉണ്ട്, ജംഗിൾ സഫാരി. അപ്പോൾ അതിൽ നമ്മൾ വണ്ടിയിൽ കയറി പോകണം. അപ്പോൾ അവർ നമ്മളെ കൊണ്ട് ആനിമൽസിനെയൊക്കെ കാണിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് പോകാൻ വേണ്ടി നമ്പർ 13 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ഇപ്പോൾ നമ്മൾ ഈ പീക്കോക്കിനെ കണ്ടത്. ഇപ്പോൾ ഒരു ഫീമെയിൽ പീക്കോക്ക് അതുവഴി പോകുന്നുണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി എത്തി. ഇതാണ് അവർ പറയുന്ന ജംഗിൾ സഫാരിയുടെ ബസ്. നമ്മുടെ നാട്ടിൽ ടാറ്റയുടെ ട്രക്കിൻ്റെ പുറകിൽ ഇതൊക്കെ അടിച്ച് ആൾക്കാരെ ഇരുത്തിയേക്കുവാണ്. ഇതിലാണ് ശരിക്കും നമ്മൾ പോകേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, പിന്നെ അങ്ങനെ 2-3 വണ്ടികളുണ്ട്. അപ്പോൾ ജംഗിൾ സഫാരി ഉണ്ട്, അപ്പോൾ അതിനാണ് അടുത്ത് പോകേണ്ടത്. നമ്മളെവിടെ പോലെ ജംഗിൾ സഫാരിയോ? ജംഗിൾ സഫാരി. ഓക്കെ, ജംഗിൾ സഫാരി. അത് നമ്മുടെ നാട്ടിൽ മ്ലാവ് എന്നാണ് പറയാ. ടർട്ടിലിനെ കണ്ടോ? ടർട്ടിൽ, അതാണ് ടർട്ടിൽ. ഉണ്ടോ? ടർട്ടിൽ ഫോട്ടോ എടുത്തോ? ഡോങ്കി അല്ലടാ, ഇത് നോക്ക്. ടർക്കിയാണോ അത്? എന്താ അപ്പൊ ചോദിക്കുന്നേ? ടർക്കിയാണോ മറ്റേ ബേർഡ് പോലെ ഇരിക്കുന്നേ? അറിയില്ല. അത് ടർക്കിയാന്ന് തോന്നുന്നു. അതെ, ടർക്കി. പക്ഷെ ഇതിന്റെ ഇത് കണ്ടോ? ഓക്സ് ആണോ? മറ്റേ അറേബ്യൻ ഓക്സ്.
ഓക്സ് ആണോ അമ്മ? മറ്റേ അറേബ്യൻ എവിടെ? അറേബ്യൻ ഓക്സ് അല്ലേ? ഓറക്സോ? അപ്പൊ ഇഷ്ടപ്പെട്ടോ പൂജ? മറ്റേ അറേബ്യൻ ഓറക്സ് ആണോ അതാ? അതിന്റെ കൊമ്പൊക്കെ കണ്ടിട്ട് അതുപോലെ ഇരിക്കുന്നു. ഇതാ അതാണോ? അറിയില്ല. ദേ ആ കൊമ്പുള്ളത് നോക്കിയേ, കണ്ടോ? ഓക്കെ. ടർക്കിയുണ്ട്. എന്നിട്ട് അതെന്തോ? ഇതെന്താ ടർക്കി ഇതിന്റെ കൂടെ തന്നെ ഇരിക്കുന്നേ? അതന്നെ ഞാനും വിചാരിക്കുന്നത്. ദേ അതിന്റെ കുഞ്ഞുണ്ട്, ദേ കുഞ്ഞിതുണ്ട്. ദേ അവിടെ ആ കൊറേ ഓസ്ട്രിച്ച് എവിടെ പൂച്ച? ഓസ്ട്രിച്ച് ആണെന്ന് തോന്നുന്നു. ആ അതെ, ദേ വരുന്നു. അപ്പൊ നെറ്റിലോട്ട് ഓടി വരുന്നു. ആരാ ഓടുന്നേ? ഫസ്റ്റ് ആവുന്നു. ആ ധാരാ. ഹലോ, ബൈ ബൈ. ബൈ ബൈ. ആ ഹലോ. ഫോണൊക്കെ വേറെ എവിടെയെങ്കിലും വെച്ചോട്ടാ. അയ്യോ. അച്ഛൻ ബ്രൗൺ സീബ്ര. സീബ്രയെ കണ്ടോ? എവിടെ? സീബ്ര ഇങ്ങനെ അടുത്തേക്ക് വരത്തില്ലെന്ന് തോന്നല്ലേ? ഇല്ല. ആണോ? ആ ഓക്കെ. എന്താ നമ്മൾ കടിക്കുന്നറിയോ? അതാണ് ഞാൻ. എത്ര സീബ്ര ഉണ്ടോ? 1000 ഉണ്ടോ? ഓക്കെ. കുഞ്ഞത് ഒക്കെ നടക്കുന്നു. അവിടെ കൊറേ എണ്ണം ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്താ ഇതിന്റെ പേരൊക്കെ? റൈനോ. റൈനെ കണ്ട് എവിടെ? അവിടെ അവിടെ രണ്ടെണ്ണം ഉണ്ട്. അത് രണ്ടെണ്ണോ? അത് ഇങ്ങോട്ട് വന്നാൽ ചില നമ്മുടെ വണ്ടി അത് അവർക്ക് വരാൻ പറ്റില്ല. ഇവിടെ ഇത് വെച്ചിരിക്കുക, അവരവിടെ കമ്പി വെച്ചിരിക്കുക വരാതിരിക്കാൻ. ആ മറ്റേ വലിയ കൊമ്പോളോ അല്ലേ? അപ്പു കണ്ടില്ല. അപ്പു ഇതേ വലിയത്. എന്ത് അമ്മ അതെ അവിടെ തിന്നുന്നു കണ്ടോ വലിയത്? ലീവ്സ്. അങ്ങനെ ജംഗിൾ സഫാരി ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തിരിച്ച് നമ്മളെ പിക്ക് ചെയ്ത് അതേ പോയിന്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. Pico. അവിടെ
കാണുന്നില്ല. I cannot even say hi. Where do I keep a cat? Let's see some cool bros. Bro, giraffe. The giraffe. കണ്ടോ Giraffe. Amma. Hi. കണ്ടോ അല്ല. ഹായ്. വരാൻ പറ്റത്തില്ല. ഇല്ലോ അതിന് വരാൻ പറ്റില്ല. അത് വാ നമുക്ക് അപ്പുറത്ത് പോയി നിൽക്കാം. ദേ monkey. ആ മങ്കീനെ കണ്ടില്ല എന്ന് പറയാം. ഇഷ്ടം പോലെ മങ്കിയുണ്ട്. ദേ അവിടെ പോയി നോക്കാം. ആ സൈഡ് പോയി നോക്കാം. മറ്റേ ഇതിന്ന്. ഹായ്. ഹായ് ബ്രോ. Can you come there? തോന്നുന്നു ജിറാഫിന് താരെ കഴിക്കാൻ വേണ്ടിയിട്ട് അത് കാലങ്ങനെ രണ്ടായിട്ട് നീട്ടി വെച്ചിട്ട് വേണം കഴിക്കാൻ. താരോട്ട് കുനിയണമെങ്കിൽ എന്താ? എങ്ങനെ കഴിക്കും? ഇതിനകത്തുള്ളൊരു കഫേയാണ്. ഇവിടെ നമ്മൾ മേടിച്ച് എല്ലാവരും കഴിച്ചോണ്ടിരിക്കുന്നത്. പുള്ളി തട്ടിത്തട്ടി കളിച്ചോണ്ടിരിക്കുക.